APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് 2023 ജൂണിൽ ചോദിച്ച 2019 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ പ്രോബ്ലമാണിത്. സോൾസിലെ പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ പെൻറ്റഗണൽ പിരമിഡ് ബേസ് 30 mm സൈഡ് ആൻഡ് ഹൈറ്റ് 8 mm has a triangular face on the ground and vertical plane containing the axis makes an angle of 30 degree with VP. Draw the projections of the solid. അതായത് ഒരു പെൻറ്റഗണൽ പിരമിഡിൻ്റെ ബേസ് സൈഡ് 30 mm ആൻഡ് ആക്സ് ഹൈറ്റ് 8 mm ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ട്രയാങ്കുലർ ഫേസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ആക്സ്, അതായത് ആക്സ് ഉൾപ്പെടുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിനാണ് 30 ഡിഗ്രി വിത്ത് VP ആകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഈ പ്രോബ്ലത്തിൽ ട്രയാങ്കുലർ ഫേസ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രയാങ്കുലർ ഫേസ് ഏതാ ട്രയാങ്കുലർ ഫേസ് നോക്കാം. അപ്പോൾ DCO ഈ ട്രയാങ്കുലർ ഫേസ് ആണ് ഗ്രൗണ്ടിലുള്ളത്. അതുകൊണ്ടാണ് DCO എന്ന് പറയുന്ന ലൈൻ XY വരുന്നത്. അതുപോലെ ആക്സ് ഉൾപ്പെടുന്ന പ്ലെയിൻ ഇവിടെ നിന്നാണ് ആക്സ്. അപ്പോൾ ആക്സ് ഉൾപ്പെടുന്നൊരു പ്ലെയിൻ ആണ് VPക്ക് ഇൻക്ലൈൻഡ് ആകുന്നത്. അതായത് വെർട്ടിക്കൽ പ്ലെയിൻ VPക്ക് ഇൻക്ലൈൻഡ് ആണ്. പെൻറ്റഗണൽ പിരമിഡിനെ ഡിഫറൻറ്റ് സ്റ്റേജിൽ വെച്ചിട്ടുള്ള പ്രൊജക്ഷൻ വരച്ചിട്ടാണ് ഈ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇത് 3 സ്റ്റേജിലാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേജാണ് ഇത്. അതായത് ഫൈനൽ ഫ്രണ്ട് വ്യൂ, ഇത് ഫൈനൽ ടോപ്പ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരക്കുക നോക്കാം. ആദ്യം XY വരക്കുക. ട്രയാങ്കുലർ ഫേസ് ഓൺ ദ HP ആയതുകൊണ്ട് ഫസ്റ്റ് ടോപ്പ് ഏത് വരക്കുക. ആ ടോപ്പിൻ്റെ ബേസ് എഡ്ജ് റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ വരക്കുക. അപ്പോൾ ബേസ് എഡ്ജിൻ്റെ ലെങ്ത്ത് 30 mm ആണ്. അപ്പോൾ 30 mm XY പർപ്പിളായിട്ട് വരച്ചു. അവിടുന്ന് പെൻറ്റഗണൽ ഇൻ്റേണൽ ആംഗിൾ 108 ആണ്. ഇവിടുന്ന് 108 എടുത്തിട്ട് 3 സൈഡിലാക്കി. പിന്നെ 30 mm കോമ്പസിൽ എടുത്തിട്ട് ഈ പോയിന്റിനും ഈ പോയിന്റിനും ആർക്ക് കട്ട് ചെയ്തിട്ട് മറ്റു 2 സൈഡും കൂടി വരക്കുക. എന്നിട്ട് ഒരു സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് സ്ലാൻഡ് അഡ്ജസ്റ്റ്മെന്റ് വരക്കുക. നെയിം ചെയ്യാം. ഈ പോയിന്റ്സ് ഒക്കെ നേരെ XYയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ആക്സ് ലെങ്ത് 80 ആണ്. അപ്പോൾ 80 mm നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് എപ്പക്സ് കണ്ടുപിടിക്കുക. അതിലേക്ക് എല്ലാ സ്റ്റാൻഡേർഡ്സും വരക്കുക. ഫ്രണ്ട് വ്യൂ നെയിം ചെയ്യാം. A', B' ഇൻവിസിബിൾ ആണ്, E' വിസിബിൾ ആണ്. അതുപോലെ C' ഇൻവിസിബിൾ ആണ്, D', O', ഈ പോയിന്റ് O1', ഇവിടെ O1' ബ്രാക്കറ്റിലും O'. രണ്ടാമത്തെ സ്റ്റേജ് ട്രയാങ്കുലർ ഫേസ് ഓൺ ദ ഗ്രൗണ്ട് ആണ്. അപ്പോൾ ട്രയാങ്കുലർ ഫേസ് എന്ന് പറയുന്നത് OCD എന്ന് പറയുന്ന ട്രയാങ്കുലർ ഫേസ്. ഇതാണ് ട്രയാങ്കുലർ ഫേസ്. അപ്പോൾ ട്രയാങ്കുലർ ഫേസ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ആ ലൈൻ നേരെ ഓൺ ആക്സിലോട്ട് വരക്കുക. അപ്പോൾ O', C' എന്ന ലെങ്ത് കോമ്പസിൽ മെഷർ ചെയ്തിട്ട് XYയിൽ മാർക്ക് ചെയ്യാം. A', C' കോമ്പസിൽ മെഷർ ചെയ്യാം. എന്നിട്ട് ഈ പോയിന്റ് അബൌട്ടായിട്ട് ആർക്ക് കട്ട് ചെയ്യാം. അതുപോലെ O'
എ ഡാഷ് ഈ ലെങ്ത് അത് ഇവിടുന്ന് ആർ കട്ട് ചെയ്യാം. ഈ പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് ഇവിടെ മാറ്റി വരച്ചു. ആ ഫസ്റ്റ് ഫ്രണ്ടിലെ എല്ലാ നെയിമും സെക്കൻഡ് ഫ്രണ്ടിലും ചെയ്യാം. അപ്പോൾ ഓരോ ലെങ്ത്തും കോമ്പസിൽ മെഷർ ചെയ്തിട്ട് എ ഡാഷ് ഇ ഡാഷ് മെഷർ ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ എ ഡാഷ് ഒ ഡാഷ് മെഷർ ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യാം. ടാക്സ് വരക്കുക, സ്ലാൻഡ് എഡ്ജസും വരക്കുക. ഫസ്റ്റ് ഫ്രണ്ടിൽ സെയിം നെയിം ഇവിടെ കൊടുക്കുക. ഇവിടെ എ ഡാഷ്, ഈ പോയിന്റ് ബി ഡാഷ്, ഇ ഡാഷ്, ഇവിടെ O1 ഡാഷ്, ഇവിടെ സി ഡാഷ്, ഡി ഡാഷ്, അതുപോലെ ഇവിടെ ഒ ഡാഷും. ഇതിലെല്ലാ പോയിന്റും വെർട്ടിക്കലായിട്ട് ഡ്രോപ്പ് ചെയ്യാം. എപ്പക്സും ഡ്രോപ്പ് ചെയ്യുന്നു. ഇനി ഫസ്റ്റ് ടോപ്പ് വ്യൂവിൽ സെയിം പോയിന്റ് ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് ചെയ്യാം. ഇപ്പോൾ സി പ്രൊജക്റ്റ് ചെയ്യുന്നു, അതുപോലെ ബി പ്രൊജക്റ്റ് ചെയ്യാം, എ പ്രൊജക്റ്റ് ചെയ്യുന്നു, അതുപോലെ ഡി, ഇ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എ ഡ്രോപ്പ് ചെയ്ത് നോക്കുക, ഈ എ ഡ്രോപ്പ് ചെയ്ത്, അതുപോലെ ടോപ്പിൽ നിന്ന് എ പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടും കൂടി കോയിൻസൈഡ് ചെയ്ത പോയിന്റ് ഇതാണ്, പോയിൻ്റാണ് എ. അതുപോലെ ബി എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് ബി ഡ്രോപ്പ് ചെയ്തു, ഇവിടുത്തെ ടോപ്പിൽ ബി ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നു. രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ് ബി. സി ഇവിടെയാണ്, ഇവിടെ സി ഉണ്ട്, രണ്ടും കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ സി, പോയിന്റ് ഡി, പോയിന്റ് ഇ, അതുപോലെ ഒ. എല്ലാം കൂടി ജോയിൻ ചെയ്യാം. അതായത് ഔട്ടറായിട്ട് വരുന്ന പോയിന്റ്സ് ആദ്യം ജോയിൻ ചെയ്യാം. സി ബി, സി ഡി, ഡി ഇ, അതുപോലെ ബി ഒ, ഇ ഒ. ഇപ്പോൾ സി ഒ വിസിബിളായിട്ട് വരച്ചു, ഡി ഒ വിസിബിളാണ്, അതുപോലെ ബി എ ഇൻവിസിബിളാണ്, എ ഇ ഇൻവിസിബിളാണ്, എ ഒ ഇൻവിസിബിളാണ്. ഇതാണ് സെക്കൻഡ് ടോപ്പ് വ്യൂ. തേർഡ് സ്റ്റേജിൽ വെർട്ടിക്കൽ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് വി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇവിടുന്ന് ഇവിടെ വരെയാണ് ആക്സിസ്, ഇവിടുന്ന് ഇവിടം വരെ, അതായത് O1 O. ഈ ലൈനാണ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു XY ആവേണ്ടത്. അപ്പോൾ ഈ സെക്കൻഡ് ടോപ്പ് വ്യൂ ഫൈനൽ ടോപ്പ് ആയിട്ട് മാറ്റി വരക്കുക. ഇതാണ് കൊണ്ട് മാറ്റി വരക്കേണ്ടത്. എക്സൊക്കെ പാരലായിട്ട് തിൻ ലൈൻ വരക്കുക. അവിടെ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം. അവിടുന്ന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരക്കുക. ആ ലൈനിലേക്ക് സെക്കൻഡ് ടോപ്പ് വ്യൂവിലെ ആക്സ് ലെങ്ത്, അതായത് ഇവിടെ O ഉണ്ടാവും, ഇവിടെ O1 ഉണ്ടാവും. ആ ആക്സിന് അബൌട്ടായിട്ട് സെക്കൻഡ് ടോപ്പ് വ്യൂ മാറ്റി വരക്കുക. ഇതിലെല്ലാ പോയിന്റ്സും ആംഗിളും എടുത്തിട്ട് ഫൈനൽ ടോപ്പ് വ്യൂ വരക്കുക.
വിസിബിൾ അഡ്ജസ്റ്റലായി. ഇനി ഇൻവിസിബിൾ വരക്കുക. സെക്കൻഡ് ടോപ്പിൽ സെയിം നെയിം ഇവിടെ കൊടുക്കുക. ബി സി ഡി ഇ എ ഒ. എല്ലാ പോയിൻറ്സും നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. സെക്കൻഡ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ഹൊറിസോണ്ടൽ പ്രൊജക്റ്റ് ചെയ്യാം. നോക്കുക, ഓരോ പോയിന്റും ആദ്യം എ എടുക്കുക. ഇതാണ് എ. ഈ പോയിന്റ് നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഇവിടുത്തെ എയും കൂടി മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് എ കിട്ടുന്നത്. അതുപോലെ ബി, ഇവിടെ ബി. സി എ വരുന്നത് ഇവിടെയാണ് സി. ഡിയും ഇവിടെ തന്നെ. ഇ ഇവിടെ. അതുപോലെ ഒ ഇവിടെ തന്നെ. ഔട്ടറായിട്ട് വരുന്ന ഓരോ പോയിൻറ്സും ജോയിൻ ചെയ്യാം. ഡി ഇ ഔട്ടറാണ്, ഇ എ ഔട്ടറാണ്. അതുപോലെ എ ഒ ഔട്ടറാണ് വരുന്നത്. ഡി സി ഒ ഔട്ടർ. അപ്പോൾ ഇ ഒ ഔട്ടർ ആയതുകൊണ്ട് അവൻ തിക്കാട്ട് വരച്ചു. സി ബി ഇൻവിസിബിൾ ആണ്. അതുപോലെ എ ബി ഇൻവിസിബിൾ ആണ്. അപ്പോൾ ബി ഒ ഇൻവിസിബിളായി. ആക്സ് നോക്കാം. ഇവിടെയാണ് ആക്സ് ഉള്ളത്. ഈ പോയിന്റ് മുകളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഓ ഉണ്ടാവുക. ഇവിടെ ഓ വൺ ഡാഷ്. ഇനി ഓ വൺ ഡാഷും ഓം ജോയിൻ ചെയ്യാം. ചെയിൻ ലൈനാണ് ആക്സ് ആയതുകൊണ്ട്. ഇങ്ങനെയാണ് ഫൈനൽ ഫ്രണ്ടിയും ഫൈനൽ ടോപ്പിയും കിട്ടുന്നത്. അപ്പോൾ ട്രയാങ്കിൾ ഫേസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ആക്സ് കണ്ടെയ്നിങ് ദ പ്ലെയിൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് വി പി എന്നുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണിത്. ഈ ആംഗിൾ 30 ആണ്. നീറ്റായിട്ട് വരക്കുക, ഡയമെൻഷൻ ചെയ്യുക, നെയിം ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ കിട്ടുന്നത്. ഈ പ്രോബ്ലത്തിൽ വരക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് വരക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഓരോ സ്റ്റേജിലും ഇതെങ്ങനെയാണ് വരുന്നത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് 23 വർഷം എഞ്ചിനീയറിംഗ് ട്യൂഷൻ രംഗത്ത് അനുഭവ സമ്പത്തുള്ള KIETയുടെ ട്യൂഷൻ ആപ്പിൽ ഉണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ക്ലാസ്, ഹാൻഡ് റിട്ടൺ നോട്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുള്ള PDF-ഉം ഉണ്ട്. BTECൻ്റെ എല്ലാ ബ്രാഞ്ചിൻ്റെയും എല്ലാ സെമസ്റ്ററിലെയും ഓരോ സബ്ജക്റ്റും ആപ്പിൽ ഉണ്ടാകും. എഞ്ചിനീയറിംഗ് മാത്രമല്ല,
ഡിപ്ലോമ, BSc, BBA, BCA, BCom, BPharm, BSc നഴ്സിംഗ്, MBBS, BHMS, BAMS, BDS, 6 to 12 CBSE കുട്ടികൾക്കുള്ള ട്യൂഷൻ ആപ്പും ലഭ്യമാണ്.